അല്ലിയുടെ സ്വന്തം എന്ന് ഈ മഹാദേവൻ എഴുതിയ കാവൂട്ട് എന്ന പുസ്തകത്തിൽ ശോഭന എഴുതുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ശോഭന അങ്ങനെ എഴുതുന്നത്? അത് എഴുതാനുള്ള ശോഭനയുടെ ചേതോപകാരം എന്താണ്? ആ സീനിന് തൊട്ടു മുമ്പ് ഈ മഹാദേവനെ ആദ്യം കണ്ടതിന് ശേഷം ആ ഒരു പാട്ട് സീനാണ്. ആ പാട്ടിന്റെ വരികളൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ ഈ മഹാദേവനോടുള്ള അട്രാക്ഷൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഗംഗയിലെ മാനസിക രോഗത്തിന്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റേ പേഴ്സണാലിറ്റിയുടെ ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് ഈ ഗംഗയ്ക്ക് ഈ മഹാദേവനോടുള്ള ഒരു അട്രാക്ഷന്റെ കൺട്രോള് കുറയുകയും മഹാദേവനെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത ഗംഗയിൽ അമിതമാവുകയും അപ്പോൾ ഈ റിയൽ പേഴ്സൺ ഗംഗ ഒരു കുറ്റബോധത്തോടെ ചിന്തിച്ച് കാണണം, അത് അല്ലിയുടെ ആളാണ്, അയാളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് സ്വന്തമായിട്ട് ഒരു ഊന്നിപ്പറയൽ, സ്വന്തം മനസ്സിനോട് തന്നെയുള്ളൊരു സ്ഥാപിക്കലിന്റെ ഭാഗമായിട്ടാണ് അല്ലിയുടെ സ്വന്തം മഹാദേവനാണ് എന്നുള്ള രീതിയിൽ അല്ലിയുടെ സ്വന്തം എന്ന് എഴുതാൻ ശ്രമിക്കുന്നത്. അത് എഴുതുന്നതിന്റെ ഇടയ്ക്ക് ഗംഗയുടെ മറ്റേ പേഴ്സണാലിറ്റി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ഈ അല്ലിയുടെ എന്ന് എഴുതുന്ന ഭാഗത്ത് ഒരു 2 പ്രാവശ്യം എഴുതുന്ന പോലെ ഒരു തെറ്റിയ ഒരു ഫീല് വരുന്ന രീതിയിലാണ് ഈ അല്ലിയുടെ സ്വന്തം എന്നൊരു സെന്റൻസ് അവിടെ എഴുതിയിരിക്കുന്നത്.